ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. എനിക്ക് സുഖമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, കുറേ പേര് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെയർ കെയർ വീഡിയോ ചെയ്യുമെന്ന്. കുറേ പേരല്ല, എന്നാലും കുറച്ച് പേര്. അപ്പോൾ ഞാൻ ഓൾറെഡി വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടെ പറഞ്ഞു തരാം. ഇതൊരു വ്ളോഗായിട്ടാണ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് വീഡിയോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ആഴ്ചയിൽ 2 തവണ, അല്ലെങ്കിൽ ആഴ്ചയിൽ 1 തവണ, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 തവണ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യണം, ഷാമ്പു അപ്ലൈ ചെയ്യണം. ഞാൻ ഓൾറെഡി ഹെയർ കെയർ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും തേക്കാറില്ല. ഓൾറെഡി എൻ്റെ ഹെയർ കട്ട് ചെയ്യും തോറും പെട്ടെന്ന് വളരും. സോ അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ഞാൻ തേക്കാറില്ല. എന്നാലും ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 തവണ, ഓൾമോസ്റ്റ് എല്ലാ സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ആണ് ഞാൻ ഹെയർ നല്ലോണം കെയർ ചെയ്യാറ്. മീൻസ് ഓയിൽ അപ്ലൈ ചെയ്യും, ഷാമ്പു അപ്ലൈ ചെയ്യും, ദാറ്റ്സ് ഇറ്റ്. പുറത്ത് വണ്ടിയുടെയൊക്കെ സൗണ്ട് ആണ്, സോറി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഹെയർ കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ കളർ ചെയ്തെടുത്ത് മുടി ജസ്റ്റ് ഒന്ന് നരയ്ക്കും പോലത്തെ ഒരു ഫീൽ. അപ്പം ഞാൻ ഇങ്ങനെ ഒരു കോംബ് യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് മുടി നന്നായിട്ട് ചീകി കൊടുക്കും. നിങ്ങൾ വിചാരിക്കും എല്ലാവരും ഇത് തന്നെയല്ലോ ചെയ്യുന്നത്. ചിലരുടെ പാരമ്പര്യമായിട്ട് മുടി വളരുന്നവർ, തള്ളല്ല, നോർമലി മുടി വളരുന്നവരും ഉണ്ട്. ചിലപ്പോൾ ചിലർക്ക് കുറേ മാസം എടുത്തിട്ട് വളരും. ചിലർക്കാണെങ്കിൽ ഒരു ഏജൊക്കെ ആകുമ്പോഴത്തേക്ക് ഹെയർ ഗ്രോത്ത് അങ്ങനെ നിന്ന് പോകും. അത് അത് ചിലരുടെ ലൈഫ് സ്റ്റൈല്, കാര്യങ്ങൾ, പിന്നെ അവരുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി പവറിൻ്റെ ഇരിക്കും. ഹെയർ ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ചൊന്നും കഴിക്കാറുമില്ല, തേക്കാറുമില്ല. ഇതൊക്കെ തന്നെയാണ് എൻ്റെ സംഭവങ്ങൾ. ഇപ്പോൾ ഹെയറിലിങ്ങനെ ജടയൊക്കെ ഉണ്ടാവില്ലേ, തെറ്റൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റിക്കൊടുക്കാം. ഞാൻ പറഞ്ഞ ചിലരുടെ മുടി വളരും പെട്ടെന്ന്, ചിലരുടെ മുടി കുറച്ച് സമയം എടുക്കും. ചിലരുടേതാണെങ്കിൽ ഒരു ഏജ് എത്തുമ്പോഴത്തേക്ക് ആ ഒരു വളരുന്ന ആ ഒരിത് സ്റ്റോപ്പാവും. അത് ചിലപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും കാരണമായിരിക്കും, അല്ലെങ്കിൽ യൂസ് ചെയ്യണ വെള്ളത്തിൻ്റെ ആയിരിക്കും, കഴിക്കുന്ന ഫുഡിൻ്റെ ആയിരിക്കും. അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഓരോരുത്തരുടെ ഹെയർ ഗ്രോത്ത് സ്റ്റോപ്പാവുന്നതും ഒക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ വരണമെന്നില്ല. സോ എനിക്ക് ഇതുവരെയായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുടി വെട്ടുന്നോറും വളരുന്നുണ്ട്. പിന്നെ മാസത്തിലൊരിക്കൽ നിങ്ങൾ മുടി കട്ട് ചെയ്ത് കൊടുക്കുക, ഒരു ഫ്രഷ് ലുക്ക് കിട്ടാൻ. ഞാൻ ഈയിടയ്ക്ക് ജസ്റ്റ് കട്ട് ചെയ്തതാണ്, പക്ഷെ ഒന്നും കൂടെ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ടെയിൽസൊക്കെ കട്ട് ചെയ്ത് കളയണം, ഒരു ഫ്രഷ് ലുക്ക് കിട്ടാൻ. അത് എപ്പോഴും നിങ്ങളുടെ ഫേസിന് തന്നെ ഭയങ്കര ഒരു ഡിഫറൻസ് ഉണ്ട്, ഒരു ഹെൽത്തി ഫീലും ഉണ്ട്. ഇങ്ങനെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്ന മുടി ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു ഫീൽ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇത്രയും ഉടക്കൊക്കെ കളഞ്ഞു. എന്നാലും എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തെറ്റ് കൂടാറാണ് പതിവ്. പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് തെറ്റുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇതിന് എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളടുത്ത് റൂളൊന്നും പറഞ്ഞു തരാനില്ല. ഞാൻ നോർമലി ചെയ്യണത് എന്താണോ അത് പറഞ്ഞു തരുന്നു മാത്രം. ഹെയർ കെയർ വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, മുടി നല്ലോണം കൊഴിയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഹെയർ കൊഴിയുന്നത് നിങ്ങൾ പേടിക്കണ്ട. ഹെയർ കൊഴിഞ്ഞിട്ട് അവിടെ മുടി വരാതിരുന്നാൽ മാത്രമേ അതൊരു ഹെയർ ഫോൾ എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ഒരു കോംബ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ, എനിക്ക് നല്ലോണം ഡാൻഡ്രഫ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒന്നും ചോദിക്കരുത്. ഞാൻ ഹെയർ പാക്കൊക്കെ ഇടയ്ക്ക് വല്ലപ്പോഴും മാത്രമേ ഇടാറുള്ളൂ. കാരണം ലീവ് കിട്ടുന്ന ദിവസം ഇൻഗ്രീഡിയൻസ് ഒന്നും കയ്യിലുണ്ടാവില്ല. അപ്പം നമ്മൾ ചെയ്യുന്നൊരു ടിപ്പാണ്, ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുക. ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടാവില്ല. ഒരു 2 ദിവസമൊക്കെ നമുക്ക് ആ തലയിലെ ഒരു സ്ട്രെസ്സ് കുറഞ്ഞ പോലെ ഫീലാവും. ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു കോംബോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ക്ലിപ്പോ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഓയിലാണ്. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, എന്തൊക്കെയോ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് എൻ്റെ ചേച്ചീൻ്റെ അമ്മായി ഉണ്ടാക്കിയ ഹെയർ ഓയിലാണ്. സോ അതുകൊണ്ട് എനിക്കിതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ അറിയില്ല. നല്ല മണമാണ്.
ഒരുപാട് എന്തൊക്കെയോ ചേർത്തിട്ടുണ്ട്. എനിക്കൊന്നും കറിവേപ്പില അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് വീഡിയോസിലൊക്കെ കാണില്ലേ, അതുപോലെ എന്തൊക്കെയോ ചേർത്തിട്ടുണ്ടാക്കിയതാണ്. അടിപൊളി സംഭവം കേട്ടോ. ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. ഓയിലിങ് അല്ലെങ്കിൽ നല്ലതാണ്. ഏത് ഓയിലായാലും ചിലർക്ക് ചില ഓയിൽ ഇഷ്ടമാവുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ഓയിൽ തന്നെ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. മസാജിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഇപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ഹെയർ വാഷ് ചെയ്യുന്നവരായിരിക്കും, ആഴ്ചയിൽ 2 തവണ ഹെയർ വാഷ് ചെയ്യുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരാണെങ്കിൽ കൂടെ ജസ്റ്റ് ചുമ്മാതിരിക്കുമ്പോൾ എല്ലാ ദിവസവും ഒക്കെ ആകുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എണ്ണ തന്നെ വേണമെന്നില്ല, അല്ലാണ്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. നോർമലി ഉള്ള ഡേയ്സിൽ ജസ്റ്റ് ഇങ്ങനെ ബാക്കിലും ഇങ്ങനെ ജസ്റ്റ്. പക്ഷേ ആഴ്ചയിൽ 2 തവണ നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് ഹെയർ വാഷ് ചെയ്യും. അപ്പോൾ ഡീറ്റെയിലായിട്ട് ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നല്ലോണം സമയമെടുത്ത് ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും മസാജ് ചെയ്ത് തരുകയാണെങ്കിൽ അത്രയും നല്ലത്, കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടും. ഇതിപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടാണ് ചെയ്യണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ സമയമെടുത്ത് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്കാൽപ്പ് മസാജൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയാണ് കെട്ടി വയ്ക്കാറ്. ഒരു 5 മിനിറ്റോളം ഇങ്ങനെ കെട്ടി വെച്ചേക്കുക. ആൻഡ് നല്ലൊരു ഷാമ്പു യൂസ് ചെയ്തിട്ട്, ഞാനിവിടെ എപ്പോഴും എൻ്റെ വീഡിയോസിൽ പറയാറുള്ളതാണ്, ലോറിയൽ പാരീസിൻ്റെ ഷാമ്പുവാണ് ഞാൻ യൂസ് ചെയ്യാറ്. അതിൻ്റെ വാരിയൻറ്റ് കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വാരിയൻറ്റും നല്ല സൂപ്പറായിട്ട് നമ്മുടെ ഹെയർ നന്നായിട്ട് സ്മൂത്തായിട്ട് വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതിൻ്റെ ഫ്രാഗ്രൻസും അടിപൊളിയാണ്. ആൻഡ് ബാലു ഹെർബൽസിൻ്റെ ഓയിൽ ഞാനിപ്പോൾ മസാജ് ചെയ്യാനാണ് യൂസ് ചെയ്യാറ് ഫേസിൽ. പിന്നെ ഹെയർ ഡ്രയർ യൂസ് ചെയ്ത് ഞാൻ ഹെയർ ഒന്ന് ഡ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നോർമലി ഞാൻ ഇങ്ങനെ അത്യാവശ്യമായിട്ട് പുറത്ത് പോകാൻ നിൽക്കുമ്പോൾ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ നോർമലി ഉണക്കാറാണ് പതിവ്. പിന്നെ ഞാനിത് ഹെയർ കെയർ വീഡിയോ ആയിട്ട് മാത്രമല്ല, ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ വ്ളോഗും അല്ല, അങ്ങനെ ഒരു വീഡിയോ. അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിച്ചേക്കാം. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഹെയറിൽ വേറെ ഒന്നും അപ്ലൈ ചെയ്യാറില്ല, അതുകൊണ്ടാണ് എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യാത്തത്. ഇതൊക്കെ തന്നെയാണ് ചെയ്യാറ്. പിന്നെ ഞാൻ ഫേസിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു, സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു, ആൻഡ് കണ്ണ് എഴുതി കൊടുത്തു, ഐബ്രോ ഫില്ല് ചെയ്തു. പിന്നെ ബാക്കിയെല്ലാം അപ്പുറത്തെ റൂമിലായതുകൊണ്ട് അവിടെ പോയി എല്ലാം ഇട്ടിട്ട് വന്നു. ലിപ്സ്റ്റിക്ക് ഇട്ടു, പൊട്ട് കുത്തി കൊടുത്തു, പിന്നെ എക്സെട്ര. ദെൻ ഞാനിവിടെ, നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ കണ്ടീഷണർ കൂടെ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇല്ലാത്തതുകൊണ്ടാണ്, അതുകൊണ്ട് എൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടി ഞാനിവിടെ സിറം അപ്ലൈ ചെയ്യാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിറമാണ്. സ്ട്രക്സിൻ്റെ വേറൊരു വാരിയൻ്റാണ്, ഒരു യെല്ലോ ബോട്ടിലുണ്ട്. അതെനിക്ക് അത്ര ഇഷ്ടമല്ല, അതിൻ്റെ സ്മെല്ല് ഭയങ്കര ഒരു മൈൽഡല്ല, ബട്ട് ഇത് അടിപൊളി സ്മെല്ലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ നമ്മുടെ ഹെയർ നന്നായിട്ട് സ്മൂത്തായിട്ട് കിടക്കും. നമ്മുടെ ഈ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ സ്മൂത്താവും. പിന്നെ ജസ്റ്റ് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കില്ല, ആ മുടീനൊക്കെ ഒതുക്കാനായിട്ട് സിറം നല്ലതാണ്. പിന്നെ ഹെയർ നന്നായിട്ട് കിടക്കുമല്ലോ അതിന്. പിന്നെ ഞാൻ എൻ്റെ ഡോഗിൻ്റെ കൂടി കളിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ ഇന്ന് ഞാൻ അവനെ കുളിപ്പിച്ചു. ഭയങ്കര ബിസിയല്ലേ, വല്ലപ്പോഴും അങ്ങനെ എന്ന് വെച്ചാൽ സമയം കിട്ടുമ്പോൾ ശനിയൊക്കെ ആകുമ്പോഴേ ഞാൻ കുളിപ്പിക്കാറുള്ളൂ. സോ ഞാൻ എൻ്റെ ബോഡി ആൻഡ് ഹെയർ കെയർ ചെയ്യുന്ന ദിവസം അവനെയും കുളിപ്പിച്ച് ഞാനും കുളിക്കാറാണ് പതിവ്. സോ അതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രകടനങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ നാളെ നമ്മളിങ്ങനെ ഇരുന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് അകത്തോട്ട് വിളിച്ചു ചേട്ടൻ, അങ്ങനെ അങ്ങോട്ടേക്ക് പോയി. ദെൻ ഞാൻ റെഡി ആയിട്ട് നേരെ പോയത് ചേച്ചീൻ്റെ വീട്ടിലാണ്. അതായത് രണ്ടാമത്തെ വല്യമ്മൻ്റെ വീട്ടിൽ രണ്ടാമത്തെ മോളുടെ വാവേൻ്റെ ബർത്ത്ഡേ, അതായത് രണ്ടാമത്തെ വല്യമ്മയുടെ രണ്ടാമത്തെ മോളുടെ രണ്ടാമത്തെ മോൻ്റെ ബർത്ത്ഡേ ആണ്. സോ അതിൻ്റെ കുറച്ച് കുസൃതികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കേക്ക് കട്ട് ചെയ്ത് വമ്പൻ കോമഡി ആയിരുന്നു. അവൻ എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥ. ആൻഡ് കുറേ നേരം ഇങ്ങനെ അന്തിച്ചിരുന്ന ആൾ പെട്ടെന്ന് ചിരിയൊക്കെ പാസ്സാക്കി. ആൻഡ് ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നാണ് വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നും ഇതിൽ
ആഡ് ചെയ്തിട്ടില്ല. സോ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് ഹെയർ കെയർ വീഡിയോ വേണമെങ്കിൽ ചോദിച്ചേക്കാം. വേറെ എക്സ്ട്രാ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഗൈസ്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരെയാണ്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സി യു.